നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആശംസകൾ അറിയിച്ചു, അതിനുശേഷം അഭിനന്ദിച്ചു, പിന്നീട് ഉപദേശിച്ചു, അതിനുശേഷം ഞാൻ ഉപദേശിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഞാൻ എന്തിനാ അദ്ദേഹത്തിന് ഉപദേശിക്കണം? അതിനുശേഷം ദുബായിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പരിപാടിക്ക് താങ്കൾ ക്ഷണിച്ചു നടത്തുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന കാര്യം പറയുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആളാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് അതിൻ്റെ ഭാരവാഹികൾ ഹരിത ബാബു അങ്ങനെ തുടങ്ങിയ കുറച്ച് ആളുകളുണ്ട്. ആ പോസ്റ്റ് ഞാൻ ഇന്നും പിൻവലിച്ചിട്ടില്ല. ഞാൻ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റ് വരികയാണ്. അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം പ്രസിഡന്റായിട്ട് വരികയാണ്. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തെ വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പാർട്ടി ഭാരവാഹിയായി നിൽക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ എനിക്ക് അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. ഞാൻ പരസ്യമായിട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ഇന്നും ആ പോസ്റ്റ് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. അതെടുത്തിട്ട് കൊണ്ടുപോയി ഞാൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയല്ല, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചാണ് ഞാൻ കോൺഗ്രസ് ഭാരവാഹിയായി ഞാൻ എഴുതുന്നത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പീഡനത്തിന് നാട് മുഴുവൻ ഓടിച്ചിട്ടിട്ട് പിടിച്ച ആ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഓടിച്ചിട്ട് പിടിച്ചു എന്നതിനല്ല ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ ആ വിഷയത്തിൽ ആ വ്യക്തിനെ വീട് വളഞ്ഞ അറസ്റ്റ് ചെയ്യൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ അവനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് ലൈംഗിക വൈകൃതമുള്ള ഒരാളാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ട്. അത്തരത്തിലുള്ള ഒരാളെ കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം പോലും താങ്കൾ ബന്ധപ്പെട്ടു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് തെളിവ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ലൈംഗിക വൈകൃതം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം സാധാരണ നിങ്ങൾക്ക് കോഴികളായിട്ടുള്ള ആണുങ്ങളെ അറിയാം. സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇട്ടാൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അവരൊന്നും പറയില്ല, ഇൻബോക്സിൽ വന്നിട്ട് പറയും. നിങ്ങൾക്ക് സ്ത്രീകളായിട്ടുള്ളവിടെയുള്ള ആളുകൾക്ക് പരിചയം ഉണ്ടാവും. അവർ വന്നിട്ട് പറയും നല്ല ശരീരമാണല്ലോ, നല്ല അത്തരത്തിലുള്ള കമൻറ്റുകൾ അടിക്കുന്ന നിങ്ങൾ ഈ പരിശോധിച്ച് നോക്കിയാൽ ഞാൻ ഇട്ട ഓരോ സ്റ്റാറ്റസും എൻ്റെ ഫോട്ടോയ്ക്കും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇട്ടിട്ടുള്ള കമൻറ്റുകളുണ്ട്. ഞാനൊരു ഭാര്യയാണ്, ഞാൻ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലും ഞാൻ ഇക്കാലം അത്രയും രാഹുൽ മാങ്കൂട്ടത്തിനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. വളരെ മാന്യമായിട്ട് അവൻ എന്ത് സ്ക്രീൻഷോട്ടോ എന്ത് ചാറ്റ് പുറത്തുവിട്ടാലും വളരെ മാന്യമായിട്ട് അവൻ എന്നോട് കാണിക്കുന്ന വൃത്തികേടുകൾക്ക് പോലും ഞാനത് എനിക്ക് അറിയില്ല എന്നുള്ള ഭാവത്തിൽ നമ്മളിടുന്ന ഫോട്ടോയ്ക്ക് ഇടുന്ന കമൻസുകളുണ്ട്, സ്റ്റാറ്റസുകൾക്ക് ഇടുന്ന നിങ്ങൾ പറയുന്ന വൈറ്റ് ലവ് ഒന്നുമല്ല, അതിനപ്പുറം ഞാൻ റെഡിയാണ്. ഞാൻ ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെയും സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ പുറത്തു വിട്ടിട്ടില്ല. എനിക്ക് പറയാനുള്ളത് ചെയ്യാറുള്ളത്. ഞാൻ ഏത് പരിശോധനയ്ക്കും എൻ്റെ ഈ ഫോൺ തയ്യാറാക്കാൻ റെഡിയാണ്. അവൻ എനിക്ക് അയച്ചിട്ടുള്ള ഞാൻ സാരി ഉടുത്ത് ഇട്ടിട്ടുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോയ്ക്കൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. അവരുടെ കൂട്ടത്തിലേ നിന്നെ ഞാൻ പെടുത്തുന്നുള്ളൂ. എനിക്ക് എത്ര ആളുകളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഞാനുള്ള പാർട്ടിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുകയാണ്, MLA ആയിരിക്കുകയാണ്, ഞാൻ അതിൽ ഇടപെടുന്ന ഒരാളാണ്. അങ്ങനെയുള്ള പീഡകരെ മുന്നോട്ട് കൊണ്ടുവരരുത് എന്ന് പറയുമ്പോഴും അവൻ അതിൻ്റെ അകത്ത് ശക്തനായിട്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് അടുത്ത സുഹൃത്താണ് എന്ന് പറയാ? ലിറ്ററേച്ചർ ഫെസ്റ്റ് ഞാൻ പറയട്ടെ, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിലിന്റെ കമ്മിറ്റിയിൽ ലിറ്ററേച്ചർ സ്റ്റേറ്റ് ചെയർപേഴ്സൺ ആയിരുന്നു. എന്നെ ഒന്ന് അനങ്ങാൻ പോയിട്ട് ഒരു ആക്ടിവിറ്റി അതിൽ മാഗസിൻ അടക്കമുള്ള പ്രപ്പോസൽ ഞാൻ ഷാഫി പറമ്പിലിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ അതിനെ നിഷേധിക്കണം. ഷാനാസ് പറയുന്നത് കള്ളാണെന്ന്. പക്ഷേ ഞാൻ രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റ് ആയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൽ ഞാനില്ല. ഞാൻ ആ ഭാരവാഹിത്വം എന്നിട്ടും ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ലിറ്ററേച്ചർ സ്റ്റേറ്റ് ചെയർപേഴ്സൺ ആവുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം അതിലുണ്ട്, എന്തോ ജനറൽ സെക്രട്ടറി എന്തോ ആണ്. ആ സമയത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന് അവൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് അത് തന്നെയാണ്. എങ്ങനെ ഒരു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നാണ് അവൻ ശ്രമിക്കുന്നത്. എൻ്റെ പാഷൻ എഴുത്താണ്, എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ലിറ്ററേച്ചറാണ്. ആ ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് അബോർഷന് ഗുളിക വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുടെ ഒരു ഭാര്യയാണെങ്കിൽ കാമുകയാണെങ്കിലും നിങ്ങൾ അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എത്രമാത്രം മാനസിക സമ്മർദ്ദത്തിലായിരിക്കും. ഞാൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിക്കുക, എനിക്കറിയില്ല. ആ സമയത്ത് അവൻ എന്നോട് പറയുകയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിന് കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഷഹനാസിനെ കാണണം. ഇവൻ എന്തിനാ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ് എടുത്തിരുന്നതെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എന്തുകൊണ്ടാണ് അവിടെ ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഒരു മീറ്റിംഗ് പോലും ഷഹനാസ് ഇല്ലാത്തത്?
ഇവൻ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടാണ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് അവനോട് ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് യൂത്ത് കോൺഗ്രസിൽ ഭാരവാഹിത്വം ഇല്ല. അവൻ ഞാൻ ഒരു ഭാഗമല്ല രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റ് ആവുമ്പോൾ. ഷാഫി പറമ്പിലുള്ളപ്പോൾ ഷാഫി പറമ്പിലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണം, മാഗസിൻ വരണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലാന്ന് അവർ പറയട്ടെ. എന്റെ എങ്ങനെ സുഹൃത്ത്? ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണം എന്ന് പറയുമ്പോ എന്റെ സുഹൃത്താവോ അവൻ? എന്റെ അടുത്ത സുഹൃത്താ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്താണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ്. എന്റെ അടുത്ത സുഹൃത്തല്ല അവൻ. ഞാൻ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതിൽ പോലും വളരെ സൂക്ഷിച്ച് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തല്ല രാഹുൽ മാങ്കൂട്ടം. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണം എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തായതുകൊണ്ടാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്താണ് അവൻ്റെ അടുത്ത് വേറെ തെളിവുള്ള? ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താമെന്ന് പറയുന്നതാണോ അവനും ഞാനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ എന്താ പറയുക അടിസ്ഥാനം?